വെള്ളമില്ല. വെള്ളം കഴിഞ്ഞ മറ്റേ കൊറോണയ്ക്ക് വെള്ളം 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4 മണിക്കാണ്. വൈകുന്നേരം 4 മണിക്കാണ് പിന്നെ വരുന്നത്. അതുവരെ വെള്ളമില്ല. അതായത് ഇവിടുത്തെ ആളുകളൊക്കെ പോയതിനു ശേഷമാണ് ഈ സാധനം തുറന്നിടുന്നത്. ഒരുപാട് തവണ പരാതികൾ കൊടുത്തു, രക്ഷയില്ല. ഇപ്പൊ ഗ്യാസ് ഇല്ല. ഗ്യാസുകാർ പറയുന്നത് കരിഞ്ചന്തയാണ്. ഗ്യാസ് നമുക്ക് കിട്ടാനില്ല. അത് കരിഞ്ചന്തയാണ്. ഇപ്പൊ വീട്ടില് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ബഷീർ. ഗ്യാസ് ഇല്ല എന്ന് പറയുന്നത് ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നമാണോ? പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഓക്കെ. ഈ മാർക്കറ്റിൽ നമുക്കൊരു ഈ വെള്ളത്തിന് പ്രശ്നം ഞങ്ങൾ കോർപ്പറേഷനിൽ ഇവിടെ ഇവരോട് സംസാരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഇരുന്ന കൗൺസിലർമാരോട്. അപ്പോൾ ഒരു 8 മണി വരെ ഞങ്ങൾ വെള്ളം വിടും, അത് കഴിഞ്ഞ് വെള്ളം നിർത്തുന്നു. എന്റെ പേര് വർഗീസ്. ഞാനിവിടെ മണ്ണുത്തി. ഇലക്ഷൻ ഇപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കണം, ജയിക്കണമെന്നും അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ജയിച്ചാലും അല്ല ഒരു കാര്യം നമ്മുടെ ഇത് മേടിച്ച് അവർ ജീവിക്കുക, ഏത് ടാക്സ് മേടിച്ച് അവർ ജീവിക്കുക സുഖമായിട്ട്. അവർ ചോദിക്കണ്ടേ? അപ്പൊ പിന്നെ നമ്മള് പോലീസിൽ പോണ്ടേ? ജനപ്രതികളെ തടഞ്ഞു, ഇടിച്ചു, വെട്ടി, കുത്തി. ഞാൻ ചേട്ടാ എന്താ ചേട്ടാ വിവരം? 2 കാര്യം പറയാണ്ട്. ഒന്ന്, ഇവിടുത്തെ സൗകര്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് 2 പ്രാവശ്യം പരാതി കൊടുത്തിട്ടും സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചിട്ടും അവസാനം സെക്രട്ടറിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വന്നു പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇവിടെ ഒരു മൂത്രപ്പരയില്ല. ഈ ശക്തൻ പച്ചക്കറി മാർക്കറ്റ് പകർച്ചവ്യാധികളുടെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. രണ്ടാമത്തെ കാര്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ വംശീയ വിദ്വേഷ രാഷ്ട്രീയം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടത് ഭരണത്തിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാർക്കോട്ടിക് ജിഹാദ്, പാലാ ബിഷപ്പിനെ പോലുള്ള ആളുകൾ അത്തരം വിദ്വേഷ പ്രസ്താവന നേതാവാണോ? അല്ല, വിദ്വേഷ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഈഴവ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ ഉപയോഗപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഘപരിവാറിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ ഈ 2026 16 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്തോ കച്ചവടം ഇവിടെ? ഞാൻ കുമ്പളങ്ങ, മത്തങ്ങ, ചേന കച്ചവടമാണ്. കക്ഷി രാഷ്ട്രീയം അടിക്കാനായിട്ട് കച്ചവടം മറന്നു പോരുത്. ഇത് നമ്മുടെ അന്നമാ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ ചേട്ടനോട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇലക്ഷൻ കാലാണ്. ഇവിടെ നല്ല ചൂടാണ്. ഇലക്ഷനും ചൂട്, പ്രകൃതിയും ചൂട്. അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഇവിടുത്തെ ശക്തന്മാർക്കുള്ള പല ആൾക്കാരും പറഞ്ഞ രീതി തന്നെയാണ്. 450 തൊഴിലാളികളുണ്ട്, 1000-ൽ പരം കച്ചവടക്കാരുണ്ട്, വന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ പറയുന്ന നിത്യമായ കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇവിടെ മാറി വരുന്ന ഭരണകർത്താക്കള്, മുനിസിപ്പാലിറ്റി ആയിരുന്നു, കോർപ്പറേഷൻ, വെള്ളം വെള്ളം മെയിൻ പ്രശ്നം. ഈ ശക്തൻ മാർക്കറ്റ് വെള്ളമില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഈ കൊലക്കടയാണോ? കൊലക്കടയാ. എങ്ങനെ പോകുന്നു കട? വളരെ മോശമായിട്ട് പോകും. മാർക്കറ്റ് വെള്ളമില്ലെന്ന് പറയുന്നു. വെള്ളമില്ല. അത് സാധാരണ ഇത്രയും തൊഴിലാളികളാണ് ഞങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കയ്യോ കാലോ കഴുകാനോ പ്രയാസമല്ലേ? വെള്ളമില്ല. പിന്നെ മാത്രം മാർക്കറ്റ് ഇവിടെ ഇത് എന്തെങ്കിലും ചെയ്തു തന്നെ രാജമ്പല്ലൻ എന്നുള്ള ഒരു നേതാക്കന്മാരെ പിടിച്ചെടുത്ത് ചോദിക്കണം. മാത്രമായി മാറരുതെന്ന്. ഓക്കെ. അപ്പൊ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രശസ്തമായ ശക്തൻ മാർക്കറ്റിലെ പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.